പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സെൻട്രൽ ജയിലിന്റെ മുറ്റത്ത് വധശിക്ഷയ്ക്ക് തൊട്ടുമുമ്പ് മകളുടെ കൊലയാളിക്ക് മാപ്പ് നൽകി പിതാവ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലപാതക കേസിലെ പ്രതി ഹുസൈൻ ഫർഹറയാണ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ശിക്ഷ നടപ്പിലാക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇബ്രാഹിം അൽബക്രി തങ്ങളുടെ മകളെ വെടിവെച്ചുകൊന്ന പ്രതിക്ക് മാപ്പ് നൽകിയത്. വധശിക്ഷയ്ക്ക് തൊട്ടുമുമ്പ് മകളുടെ കൊലയാളിക്ക് മാപ്പ് നൽകുന്നതായി ഇബ്രാഹിം അൽബക്രി പ്രഖ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ ദിനത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇബ്രാഹിം അൽബക്രിയുടെ മകൾ ഹനീനയെ പ്രതി ഹുസൈൻ ഫർഹറ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതേ ആക്രമണത്തിൽ ഇബ്രാഹിമിന്റെ മറ്റൊരു മകൾ റാവിയയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അൽ മൻസൂറ നഗരത്തിലെ അൽ ഖുദൈരി സ്ട്രീറ്റിൽ ഇബ്രാഹിമിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു മക്കളായ ഹനീനും റാവിയയും. യാത്രയിൽ ഇബ്രാഹിം അൽബക്രി ഓടിച്ച കാർ അൽ ഖുദൈരി സ്ട്രീറ്റിൽ പ്രതിയായ ഹുസൈൻ ഫർഹറ ഓടിച്ച കാർ ഇടിച്ചതാണ് വെടിവെപ്പിലും മരണത്തിലും കലാശിച്ചത്. പ്രകോപിതനായ ഹുസൈൻ ഫർഹറ തോക്ക് പുറത്തെടുത്ത് ഇബ്രാഹിം അൽബക്രിയുടെ കാറിന് നേരെ നിറയൊഴിച്ചു. ഹനീൻ സംഭവസ്ഥലത്ത് മരിച്ചു. റാവിയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിചാരണകൾക്കൊടുവിൽ ഹുസൈൻ ഫർഹറയ്ക്ക് വധശിക്ഷ വിധിച്ചു. കോടതിയിൽ സമർപ്പിച്ച അപ്പീലുകളെല്ലാം തള്ളിയതോടെ ഓഗസ്റ്റ് 3 ഹുസൈൻ ഫർഹറയുടെ ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ശിക്ഷ നടപ്പിലാക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഹനീന്റെ പിതാവ് ഇബ്രാഹിം അൽബക്രി തന്റെ മകളുടെ കൊലയാളിയായ ഹുസൈൻ ഫർഹറയോട് ക്ഷമിച്ചതായി പ്രഖ്യാപിച്ചത്. ഗോത്രവർഗത്തിന്റെ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലും കുറ്റവാളിയുടെ കുടുംബത്തിൽ നിന്നുള്ള അപ്പീലുകൾക്കും ശേഷമാണ് അൽബക്രിയുടെ മാപ്പ് ലഭിച്ചത്. 2023 ജൂൺ 27 അൽബക്രിയുടെ മകൾ ഹനീനെ പ്രതി ഹുസൈൻ ഫർഹറ വെടിവെച്ചു കൊലപ്പെടുത്തിയത്. യമനിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് പ്രതികളെ വാളുപയോഗിച്ചു കൊലപ്പെടുത്തിയോ വെടിവെച്ചോ ആണ്. അതിനിടെ കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സ്വദേശിക്കും 4 സൗദി പൗരർക്കും സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പിലാക്കി. കിഴക്കൻ പ്രവിശ്യയിലെ ജബേലിയിലാണ് ശിക്ഷ നടപ്പിലാക്കിയത്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീർ വേളാട്ടുകുഴിയാണ് കൊല്ലപ്പെട്ടത്. തൃശൂർ ഏറിയാട് സ്വദേശി നൈസാം ചേനിക്കാപ്പുറത്ത് സിദ്ദിഖ്, സൗദി പൗരന്മാരായ ജാഫർ ബിൻ സാദിഖ് ബിൻ ഖാമിസ് അലി ഹാജി, ഹുസൈൻ ബിൻ ബാക്കിർ ബിൻ ഹുസൈൻ അൽ അവാദ്, ഇദ്രിസ് ബിൻ ഹുസൈൻ ബിൻ അഹമ്മദ് അൽ സമീൽ, ഹുസൈൻ ബിൻ അബ്ദുള്ള ബിൻ ഹാജി അൽ മുസ്ലിമി എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. 2016 ജൂലൈയിൽ 6 സമീറിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സൗദി മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ചതായിരുന്നു സമീറിന്റെ കൊലപാതകം. മലയാളികൾ ഉൾപ്പെടുന്ന സംഘമായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 2 മലയാളികളടക്കം 6 പേരെയാണ് ജബേൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 പേരുടെ വധശിക്ഷ നടപ്പിലാക്കി. ഒരു മലയാളി ഇപ്പോഴും തടവിലാണ്. ഈദ് ഉൽ ഫിത്തർ ദിനത്തിലായിരുന്നു ജബേലിലെ വർക്ക്ഷോപ്പ് മേഖലയിലെ മുനിസിപ്പാലിറ്റി മാലിന്യപ്പെട്ടിക്ക് സമീപം സമീറിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കൊലപാതകമെന്നാണ് പോലീസ് സംശയിച്ചത്. അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പിടിയിലായി. പണം കൊള്ളയടിക്കാനായി സൗദി യുവാക്കൾ സമീറിനെ തട്ടിക്കൊണ്ടുപോവുകയും 3 ദിവസം ബന്ദിയാക്കി മർദ്ദിച്ചതിനെ തുടർന്ന് മരിക്കുകയുമായിരുന്നു. സമീറിന്റെ മൃതദേഹം റോഡിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അനധികൃത പണമിടപാട് കേന്ദ്രങ്ങളും മദ്യവാറ്റ് കേന്ദ്രങ്ങളും കൊള്ളയടിക്കുന്ന സംഘത്തിലെ അംഗമായിരുന്നു പ്രതികളായ സൗദി മലയാളികളും. ആളുമാറിയാണ് സമീറിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊള്ളയടിക്കാൻ ശ്രമിച്ചത്. കൊലപാതകികൾക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട സമീറിന്റെ കുടുംബം തയ്യാറാകാത്തതിനെ തുടർന്നാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി വധശിക്ഷ നടപ്പിലാക്കിയത്.